നമുക്ക് ഈ മാസം ലാസ്റ്റ് നടക്കുന്ന സെക്കൻഡ് ഗ്രേഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കാണും. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറിയാം എല്ലാ എക്സാംസ് വരുമ്പോഴും നമ്മൾ കുറച്ച് റിവിഷൻ സീരീസ് കണ്ടക്ട് ചെയ്യും. അതിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തും. എല്ലാം PYQസും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും ഈ സീരീസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വാട്ടർ അതോറിറ്റി ഓവർസീ ഗ്രേഡ് 3ലും നമ്മൾ ഇതുപോലെ സീരീസ് കണ്ടക്ട് ചെയ്യുകയുണ്ടായി. അതിൽ നിന്ന് നമുക്ക് അറൌണ്ട് 18 ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ സീരീസ് മിസ് ഔട്ട് ആക്കരുത്. ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അതായത് നമുക്ക് ഇനി ഇതുപോലെ സെക്കൻഡ് ഗ്രേഡ് ഒരു മാസ് ഓപ്പർച്യൂണിറ്റി വരാനുള്ള എക്സാംസ് ഈ അടുത്തൊന്നും വരത്തില്ല. LSDG 3 വന്നു കഴിഞ്ഞാലേ ഉള്ളൂ. അത് നമുക്ക് ഇനി ടൈം എടുക്കും, നോട്ടിഫിക്കേഷൻ ഒക്കെ വരണം. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഈ അപ്കമിങ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാമീസ് തിയറം ഇസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ. ലാമീസ് തിയറം ഏത് കേസിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഓപ്ഷൻ എ കൺകറന്റ് ഫോഴ്സ്, ഓപ്ഷൻ ബി കോപ്ലനാർ ഫോഴ്സ്, ഓപ്ഷൻ സി കോപ്ലനാർ ആൻഡ് കൺകറന്റ് ഫോഴ്സ്, ഓപ്ഷൻ ഡി എനി ടൈപ്പ് ഓഫ് ഫോഴ്സ്. അപ്പൊ ലാമീസ് തിയറം എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മെക്കാനിക്സിൽ വരുന്ന ഒരു ടോപ്പിക് ആണിത്. അപ്പൊ നമുക്ക് ലാമീസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഡയഗ്രാം ഒരു ട്രയാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 3 ആംസ് ആണ് വരേണ്ടത്. അപ്പൊ ഇത് കൺകറന്റ് ആണെന്ന് മനസ്സിലായി. ആൻഡ് കോപ്ലനാറും ആയിരിക്കണം, കൺകറന്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലാമീസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ കോപ്ലനാർ ആൻഡ് കൺകറന്റ് ഫോഴ്സസിന്റെ റിസൾട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തിയറമാണ് ലാമീസ് തിയറം എന്ന് പറയുന്നത്. സപ്പോസ് വി ആർ ഹാവിങ് എ ഫോഴ്സ് P, ഇതുപോലൊരു ഫോഴ്സ് P ഉണ്ട്. ആൻഡ് അഗെയിൻ യു ആർ ഹാവിങ് Q ആൻഡ് അഗെയിൻ R. 3 ഫോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ആൻഡ് ഈ പിയുടെ ഓപ്പോസിറ്റ് വരുന്ന 2 ഫോഴ്സസിന്റെ ഇടയിലുള്ള ആംഗിൾ ആൽഫയാണെന്ന് വിചാരിക്കുക. ക്യൂവിന് ഓപ്പോസിറ്റ് വരുന്ന 2ന്റെയും ഇടയിലുള്ള ആംഗിൾ ബീറ്റയാണ്, ആറിന്റെ ഇടയിലുള്ള ഗാമയാണ്. അങ്ങനെയാണെങ്കിൽ ലാമീസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ ടേക്കിംഗ് എ ഫോഴ്സ്, ഏതെങ്കിലും ഒരു ഫോഴ്സ് എടുക്കുന്നു എന്ന് വിചാരിക്കുക, P എന്ന് പറയുന്ന ഫോഴ്സ് എടുത്തു, ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ അതർ 2 ഫോഴ്സസ്. അതായത് ബാക്കി 2 ഫോഴ്സസ് ഏതൊക്കെയാണ്? ഇവിടെ Q R ആണ്. അതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ ഏതാണ്? ആൽഫ. സോ P ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് Q എന്ന് പറയുന്ന ഫോഴ്സ് വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 ഫോഴ്സസ് Pയും Rഉം ആണ്. അതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ ബീറ്റയാണ്, ഇസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ബാക്കി 2 ഫോഴ്സസ് R വിട്ട് കഴിഞ്ഞാൽ ബാക്കി 2 ഫോഴ്സസ് ഏതൊക്കെയാണ്? Pയും Qവും. ആൻഡ് അതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ ഗാമയാണ്. സോ ഇതാണ് ലാമീസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. P ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോഴ്സസ് എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് ഇക്വേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഏതെങ്കിലും ഒരു ഫോഴ്സ് അൺനോൺ ആണെങ്കിൽ ആ അൺനോൺ ആയിട്ടുള്ള ഫോഴ്സ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. സോ നമ്മുടെ കണ്ടീഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സസ് മസ്റ്റ് ബി എന്താണ്? കോപ്ലനാർ ആൻഡ് കൺകറന്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ലാമീസ് തിയറം റിലേറ്റ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ്. അത് നോൺ കൊളീനിയറും ആയിരിക്കണം. നോൺ കൊളീനിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ശ്രദ്ധിക്കാൻ ചിലപ്പോൾ മാറ്റി വരാം. സോ നോൺ കൊളീനിയർ ആയിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കണം, കോപ്ലനാർ ആയിരിക്കണം, കൺകറന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാമീസ് തിയറം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ 2 ബോഡീസ്? 2 ബോഡീസിന്റെ ഇടയിലുള്ള ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെയും നോർമൽ റിയാക്ഷന്റെയും റേഷ്യോനെ എന്ത് പേരിട്ട് വിളിക്കും? ഓപ്ഷൻ എ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ഓപ്ഷൻ ബി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഓപ്ഷൻ സി ഡൈനാമിക് ഫ്രിക്ഷൻ, ഓപ്ഷൻ ഡി ലോ ഓഫ് ഫ്രിക്ഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മുടെ സർഫസ്, ബ്ലൂ കളറിൽ കാണുന്ന. അതിന്റെ മുകളിൽ ഒരു ബോഡി യെല്ലോ കളറിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ 2 ബോഡി തമ്മിൽ കോൺടാക്ട് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഞാനൊരു ഫോഴ്സ് P കൊടുത്ത് ഇതിനെ പുഷ് ചെയ്യുവാണ്. പുഷ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഈ യെല്ലോ കളറിലെ ഒബ്ജക്റ്റ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. സോ മൂവ് ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ റെഡ് കളറിലുള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പം എന്തായാലും ഈ ബോഡിയുടെ വെയിറ്റ് W എന്ത് ചെയ്യും? താഴേക്ക് ആക്ട് ചെയ്യും. ആൻഡ് എന്തുണ്ടാവും? മുകളിലേക്ക് റിയാക്ഷനും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും നോർമൽ റിയാക്ഷന്റെയും റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂ അഥവാ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. എളുപ്പമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. അത് അങ്ങനെയാണ് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് F is equal to mu into Rn എന്ന് പറയുന്നത്, നോർമൽ റിയാക്ഷൻ ആണ് Rn എന്ന് പറയുന്ന ഇക്വേഷൻ പോലും കിട്ടുന്നത്. സോ ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ദ സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കിൾ ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഡാഷ് ഫ്രം ദ ബേസ് മെഷേർഡ് അലോങ് ദ വെർട്ടിക്കൽ
റേഡിയസിൽ നിന്ന് ബേസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ സെമി സർക്കിളിന്റെ സെൻട്രോയിഡ് കിടക്കുന്നത്. 4r/3π, 3r/8, 4π/3r, r/2. ഒരു സെമി സർക്കിളിന്റെ ബേസിൽ നിന്നും വെർട്ടിക്കൽ റേഡിയസിന്റെ അലോങ് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഇത് ഹെമിസ്ഫിയർ ആയിപ്പോയി, നമ്മൾ സെമി സർക്കിൾ ആണ് കേട്ടോ. ആക്ച്വലി നമുക്ക് ഇങ്ങനെ സെമി സർക്കിളായിട്ട് വരച്ചു കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസിലാണ് സെൻട്രോയിഡ് കിടക്കുക? ആൻസർ എന്താ വരിക? 4r/3π ആണ്. ഓക്കെ, ഓപ്ഷൻ A 4r/3π ആണ്. നമുക്ക് എല്ലാ ബേസിക് ഷേപ്സിന്റെയും സെൻട്രോയിഡ് പഠിച്ചു വെക്കണം. ആദ്യം നമുക്ക് ഒരു യൂണിഫോം റോഡ് ആണെങ്കിൽ അതായത് നമുക്കിങ്ങനെ അതിന്റെ ലെങ്ത്തിന്റെ പകുതിക്കും ബ്രെഡ്ത്തിന്റെ പകുതിക്കും ആയിരിക്കും യൂണിഫോം റോഡ് ആണെങ്കിൽ. ഇനി റെക്ടാങ്കിൾ അല്ലെങ്കിൽ പാരലോഗ്രാം ആണെങ്കിൽ ഏത് പോയിന്റിലാണോ അതിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്നത്, 2 ഡയഗണൽസ് ഉണ്ടാവും, ആ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് അതിന്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ട്രയാങ്കിൾ ആണെങ്കിൽ ആക്ച്വലി ബേസിൽ നിന്നും ഹൈറ്റിന്റെ 1/3 കിടക്കുന്നതെങ്കിലും വേറൊരു രീതിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇറ്റ്സ് എ പോയിന്റ് വേർ ദ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും സെൻട്രോയിഡ് ഉണ്ടാവുക. ചിലപ്പോൾ നമുക്ക് ആംഗിൾ ബൈസെക്ടർ ആയിട്ട് ഇത് തോന്നാം, പക്ഷെ ഈ ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഡിയൻ. സോ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മുടെ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ട്രപ്പീസിയം ആണെങ്കിൽ ബേസിൽ നിന്നും, ബേസ് ബി ആണെങ്കിൽ ബേസ് ബിയിൽ നിന്നും h/3, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, ഇൻറ്റു 2a+b/a+b ഫ്രം ദ ബേസ് ആണ്. അതായത് എയും ബിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ സൈഡ്സിന്റെ ലെങ്ത് ആണ്. ഈ ഫോമിനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇനി അടുത്ത് പഠിക്കാനുള്ള സെമി സർക്കിൾ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ബേസിൽ നിന്ന് 4r/3π ഡിസ്റ്റൻസിലാണ് സെൻട്രോയിഡ് ഉള്ളത്. ദെൻ ഹെമിസ്ഫിയർ ആണെങ്കിൽ 3r/8 ആണ്. ഹെമിസ്ഫിയർ ആണെങ്കിൽ സെൻട്രോയിഡ് ബേസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 3r/8 ആണ്. ഇനി അടുത്തത് 2 ചോദിക്കാറുണ്ട്. സോളിഡ് കോണും ചോദിക്കാറുണ്ട്, ഹോളോ കോണും ചോദിക്കാറുണ്ട്. സോളിഡ് കോൺ ആണെങ്കിൽ h/4ഉം ഹോളോ കോൺ ആണെങ്കിൽ h/3ഉം ആണ്. ഹോളോ ആകുമ്പോഴത്തേക്ക് 3 എന്ന് പറയുന്ന നമ്പറിന്റെ ഇടയ്ക്ക് ഹോളോ സ്പേസ് ഇല്ലേ, അങ്ങനെ ഓർത്താൽ മതി. സോ h/3 ആണ്. ഓൾറെഡി നമ്മളിത് പല റിവിഷൻ സീരീസിലും ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർട്ടി ഓഫ് സർട്ടൺ മെറ്റീരിയൽ ഓഫ് റിട്ടേണിംഗ് ബാക്ക് ടു ദെയർ ഒറിജിനൽ പൊസിഷൻ ആഫ്റ്റർ റിമൂവിംഗ് ദ എക്സ്റ്റേണൽ ഫോഴ്സസ് നോൺ ആസ്. എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിന് തിരിച്ച് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്ന അവസ്ഥയെ എന്ത് വിളിക്കും? ഓപ്ഷൻ എ ഇലാസ്റ്റിസിറ്റി, ഓപ്ഷൻ ബി പ്ലാസ്റ്റിസിറ്റി, ഓപ്ഷൻ സി ഡക്റ്റിലിറ്റി, ഓപ്ഷൻ ഡി മാലിയബിലിറ്റി. 4 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ മെറ്റീരിയലിനെ ഇപ്പോൾ റബ്ബർ ബാൻഡ് ഒക്കെ വലിച്ചു നീട്ടി കഴിഞ്ഞാൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് എത്തും. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. അത്തരത്തിൽ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയും. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ ഇലാസ്റ്റിസിറ്റി ആണ്. ഇനി പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, ഓപ്ഷൻ ബി എന്ന് പറയുന്ന പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും മെറ്റീരിയൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തത്തില്ല, അതായത് അതിന് പെർമനന്റ് ഡീഫോർമേഷൻ സംഭവിക്കും. അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്നും ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി എന്ന്. ഓക്കെ, ഇനി ഡക്റ്റിലിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഉരുണ്ടിരിക്കുന്ന വസ്തുവിനെ തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടിയെ ഡക്റ്റിലിറ്റി എന്നും അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്നും പറയും. ഓക്കെ, ഇനി അടുത്ത മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ തിൻ ഷീറ്റ് ആയിട്ട് നമുക്ക് അടിച്ച് പരത്താൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്ന. അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ മാലിയബിൾ മെറ്റീരിയൽസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇഫ് എ നമ്പർ ഓഫ് കോപ്ലാനാർ ഫോഴ്സസ് ആക്ട് സൈമിൾട്ടേനിയസ്ലി ഓൺ എ പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിളിനകത്ത് ഒരുപാട് കോപ്ലാനാർ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. then the algebraic sum of moments of all forces about any point is equal to the sum of their resultant force about the same point. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരുപാട് ഫോഴ്സസ് ഉണ്ട്, സേ P1, P2, P3, 3 ഫോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് വേണം. സോ ഡിസ്റ്റൻസ് D1 ആണെന്ന് വിചാരിക്കുക, D2 ആണെന്ന് വിചാരിക്കുക, D3 എന്ന് വിചാരിക്കുക. ഇതെന്ന് പറയുന്ന ഫോഴ്സ് Pന്റെ മൊമെന്റ് എടുക്കുന്ന അബൌട്ട് പോയിന്റ് O. പോയിന്റ് O എന്ന് പറഞ്ഞൊരു O കൺസിഡർ ചെയ്യുക. ആ ഓയിലേക്കുള്ള ഡിസ്റ്റൻസസ് ആണ് D1, D2, D3 എങ്കിൽ P1 ഇൻറ്റു D1 ആണ് മൊമെന്റ് ഡ്യൂ ടു ഫോഴ്സ് P1, P2 ഇൻറ്റു D2 ആണ് മൊമെന്റ് ഡ്യൂ ടു ഫോഴ്സ് P2. ഇത് ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്? റിസൾട്ടന്റിന്റെ മൊമെന്റ് അബൌട്ട് ദാറ്റ് പോയിന്റ്. റിസൾട്ടന്റ് R ആണെങ്കിൽ റിസൾട്ടന്റും ഓയും ആയിട്ടുള്ള ഡിസ്റ്റൻസ് D ആണെങ്കിൽ R ഇൻറ്റു D എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്നാ പറഞ്ഞ? ഓൾജിബ്രൈക് സമ്മിന് ഈക്വൽ ആണെന്നാ പറഞ്ഞത്. അതായത് P1 ഇൻറ്റു D1 പ്ലസ് P2 ഇൻറ്റു D2 പ്ലസ് P3 ഇൻറ്റു D3. അതായത് പറഞ്ഞിരിക്കുന്ന ഒരു നമ്പർ ഓഫ് കോപ്ലാനാർ ഫോഴ്സസ് ഒരു പാർട്ടിക്കിളിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കോപ്ലാനാർ ഫോഴ്സസിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്?
മൊമെന്റ് അബൌട്ട് ദാറ്റ് പോയിന്റ്. അതായത് ഓരോ നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ട്, അതിന്റെ എല്ലാം സം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ പർട്ടിക്കുലർ ഫോഴ്സസിന്റെ റിസൾട്ടന്റിന്റെ മൊമെന്റ് അബൌട്ട് ദാറ്റ് പോയിന്റ്. ആ ലോയെ വിളിക്കുന്ന പേരാണ് എന്ത് നമ്മൾ പറയും? വാരിഗ്നൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഓക്കെ, ഓപ്ഷൻ എ തന്നിരിക്കുന്ന ഹുക്സ് ലോ ആണ്. ഹുക്സ് ലോ നിങ്ങൾക്ക് അറിയാം, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. 2 പോയിന്റ് തരാറുണ്ട്, അതിന് വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റും അപ് ടു പ്രപ്പോർഷണൽ ലിമിറ്റും ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ ലാമീസ് തിയറം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ആൻസർ ഇസ് വാരിഗ്നൻസ് പ്രിൻസിപ്പിൾ. അടുത്ത ചോദ്യം, ടോപ്പോഗ്രഫിക്കൽ സർവേ, കഡസ്ട്രൽ സർവേ ആൻഡ് സിറ്റി സർവേ ആർ ഇൻക്ലൂഡഡ് ഇൻ ഏരിയൽ സർവേ, ജിയോളജിക്കൽ സർവേ, മൈൻ സർവേ, ലാൻഡ് സർവേ. ടോപ്പോഗ്രഫിക്കൽ സർവേ, കഡസ്ട്രൽ സർവേ, സിറ്റി സർവേ എല്ലാം ലാൻഡ് സർവേയുടെ സബ് ഡിവിഷൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ നോക്കാം. ഫസ്റ്റ് ടോപ്പോഗ്രഫിക്കൽ സർവേ, അതായത് നമ്മുടെ ഏർത്തിലുള്ള മാൻമെയ്ഡ് ഫീച്ചേഴ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്, നമ്മുടെ എന്താ പറയുക, ഡീറ്റെയിൽസ് ഓഫ് നമ്മുടെ മാപ്പിനകത്ത് ടോപ്പോഗ്രഫിയുടെ ഡീറ്റെയിൽസ്, അതായത് ഹില്ലുണ്ടോ, മൗണ്ടൻ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വാട്ടർ ബോഡീസ് ഉണ്ടോ, ആ ഡീറ്റെയിൽസ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് നടത്തുന്ന സർവേ ആണ് ടോപ്പോഗ്രഫിക്കൽ സർവേ. എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് വർക്ക്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വർക്ക്സ് ലൈക്ക് ബ്രിഡ്ജസോ, അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് റെയിൽവേ, പാലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹൈവേ, റെയിൽവേയുടെ ഒക്കെ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് നടത്തുന്ന സർവേ ആണ് എഞ്ചിനീയറിംഗ് സർവേ. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബിൽഡിങ്ങിന് നമ്മൾ എടുക്കുന്ന സ്കെയിലാണ് 1:50 to 1:200 ചോദിക്കാറുണ്ട്. ദെൻ നമുക്ക് ബ്രിഡ്ജ് ആൻഡ് അതർ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സിന് 1:500 to 1:2500 ആണ് നമുക്ക് സ്കെയിൽ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ കാഡസ്ട്രൽ സർവേ ആണ് അടുത്തത്. കാഡസ്ട്രൽ സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറീസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നത്, അതായത് റവന്യൂ പർപ്പസിന് വേണ്ടിയിട്ട് നടത്തുന്ന സർവേ ആണ് കാഡസ്ട്രൽ സർവേ. ദെൻ ഹൈഡ്രോഗ്രാഫിക് സർവേ, പേര് പറയുന്ന പോലെ വാട്ടർ ബോഡീസിൽ നടത്തുന്ന, റിവർ ആവാം, ലേക്ക് ആവാം. ഓക്കെ, ദെൻ ആസ്ട്രോണോമിക്കൽ സർവേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറിനെ നോക്കിയിട്ട്, അതായത് ഹെവൻലി ബോഡീസിന് വിത്ത് റെസ്പെക്ട് ലാറ്റിറ്റ്യൂഡും ലോങ്ജിറ്റ്യൂഡും ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന സർവേ ആണ്. ദെൻ ജിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് സർഫസിലുള്ള വേരിയസ് റേറ്റ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മൈനിങ് പർപ്പസിനൊക്കെ നടത്തുന്ന സർവേ ആണ് ജിയോളജിക്കൽ സർവേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ലൈൻ പാസിംഗ് ത്രൂ ദ സാഡിൽസ് ആൻഡ് സമ്മിറ്റ് ഗിവ്സ്, അതായത് സാഡിൽസും സമ്മിറ്റിലൂടെ കടന്നു പോകുന്ന ലൈൻ ഏതാണ്? ആ പാസ് ചെയ്ത് പോകുന്ന ലൈൻ. ബോണിംഗ് ഇൻ, വാട്ടർ ഷെഡ് ലൈൻ, ഗ്രേഡ് കോണ്ടൂർ, ഷൂട്ടിംഗ് ഇൻ ഗ്രേഡ്. നമുക്ക് ആൻസർ വരിക വാട്ടർ ഷെഡ് ലൈനാണ്. അപ്പം അതിന് മുന്നേ സാഡിൽസും അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് എന്തായാലും സമ്മിറ്റ് എന്താണെന്ന് അറിയാം, ഏറ്റവും ഉയർന്ന പ്രദേശം. സാഡിൽ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇത് കണ്ടോ, സാഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്മിറ്റുകളുടെ, അതായത് ഉയർന്ന പ്രദേശങ്ങൾക്കിടയിലുള്ള ഡിപ്രഷൻ, അതിനെയാണ് നമ്മൾ ഡിപ്രഷൻസ് ബിറ്റ്വീൻ സമ്മിറ്റ്സ് ഇസ് കോൾഡ് സാഡിൽ. ഇപ്പം സാഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്മിറ്റുകളുടെ ഇടയിലുള്ള ഡിപ്രഷനെയാണ് സാഡിൽ എന്ന് പറയുന്നത്. അപ്പം സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാഡിൽ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് കോണ്ടൂസ് ഉണ്ടായിരിക്കും, ചുറ്റിനും ഇങ്ങനെ കോണ്ടൂസ് വന്നിട്ട് നടുക്കുള്ള പ്രദേശമാണ് സാഡിലായിട്ട് പറയും. ഓക്കെ, അപ്പം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ശരിക്കും ഒരു ഡിപ്പാണ് സാഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ പാസിംഗ് ത്രൂ സാഡിൽസ് ആൻഡ് സമ്മിറ്റ് എന്ന് പറയുന്ന വാട്ടർ ഷെഡ് ലൈനാണ്. അപ്പോൾ ചോദിക്കാറുള്ള ചോദ്യമാണ്, വാട്ടർ ഷെഡ് ലൈനാണ് സാഡിൽസിലൂടെയും സമ്മിറ്റിലൂടെയും കടന്നു പോകുന്ന അല്ലെങ്കിൽ പാസ് ചെയ്തു പോകുന്ന ലൈൻ എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹില്ലി കൺട്രി ദ സ്പേസിംഗ് ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് യൂഷ്വലി ടേക്കൺ ആസ്. ഹില്ലി കൺട്രീസിൽ നമ്മൾ സ്പേസിംഗ് സാധാരണ കൊടുക്കുന്നത് 20 മീറ്റർ ആണ്. ഓപ്ഷൻ എ 20 മീറ്റർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഹില്ലി കൺട്രി ആണെങ്കിൽ നമ്മൾ 20 to 30 മീറ്റർ റേഞ്ചിൽ പറയാറുണ്ട്. പക്ഷേ മിക്ക ടെക്സ്റ്റ് ബുക്ക് സ്റ്റാൻഡേർഡ് ഓതേഴ്സിന്റെ ബുക്കിൽ നമുക്ക് 20 മീറ്റർ തന്നെയാണ് കാണാനുള്ളത്. സോ ഓപ്ഷനിൽ 20 മീറ്റർ ഉണ്ടെങ്കിൽ 20 തന്നെ അഡോപ്റ്റ് ചെയ്യുക. ഇനി ഫ്ലാറ്റ് കൺട്രി ആണെങ്കിൽ സ്പേസിംഗ് നമുക്ക് കുറച്ച് കൂടുതലായിരിക്കും. ജനറലി 100 മീറ്റർ വരെയാണ് സ്പേസിംഗ് കൊടുക്കുക. അപ്പം രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ ഗിവൺ കോണ്ടൂർ ഇന്റർവെൽ ദ ഹൊറിസോണ്ടൽ ഇക്വലന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഹൊറിസോണ്ടൽ ഇക്വലന്റ് കോണ്ടൂർ ഇന്റർവെലിന്റെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സോ ഗിവൺ കോണ്ടൂർ ഇന്റർവെൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഇക്വലന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓപ്ഷൻ എ നേച്ചർ ഓഫ് ദ ഗ്രൗണ്ട്, ഓപ്ഷൻ ബി പർപ്പസ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് സർവേ, ഓപ്ഷൻ സി സ്റ്റീപ്നെസ് ഓഫ് ദ ഗ്രൗണ്ട്, സ്കെയിൽ ഓഫ് ദ മാപ്പ്. അപ്പം നമുക്ക് ഗിവൺ കോണ്ടൂർ ഇന്റർവെൽ ഹൊറിസോണ്ടൽ ഇക്വലന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റീപ്നെസ് ഓഫ് ദ ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ട് സ്റ്റീപ്നെസ് ആണ്. അപ്പം നമുക്ക് മെയിൻലി ഉള്ളത് ഗ്രൗണ്ടിന്റെ സ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിക്വയർഡ് ഗ്രേഡ് സ്റ്റീപ്നെസ്, അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നതാണ് സ്റ്റീപ്നെസ് എന്ന് നമുക്ക് ഓപ്ഷൻ തരുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻ ഇപ്പം സ്ലോപ്പ് ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം റോഡോ കനാലോ ഒക്കെ വേണ്ടി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ കോണ്ടൂർ നടത്തുന്നത്, അതിൻ്റെ ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്.
Next question, two-peg method is the permanent adjustment of theodolite, dumpy level, prismatic compass, plane table. ഇപ്പോൾ two-peg method എന്ന് പറയുന്നത് നമ്മുടെ ഡംബി ലെവലിൻ്റെ ലെവലിങ്ങിൽ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പറയുമെങ്കിലും മോർ പ്രിസൈസ്ലി ഡംബി ലെവലിൻ്റെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് വരിക. അതായത് നമുക്ക് നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത് പ്ലേറ്റ് ബബിൾ ആക്സസിന് പാരലൽ ആക്കി വരുത്തുന്ന ഒരു പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് two-peg മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, അത് വേണമെങ്കിൽ ചോദിക്കാം. two-peg മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മുടെ ബബിൾ പ്ലേറ്റിന്റെ ആക്സസും ലൈൻ ഓഫ് കോളിമേഷനും പാരലൽ ആക്കുക അല്ലെങ്കിൽ പാരലൽ ആണ് എന്ന് എൻഷുർ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റിനെയാണ് two-peg മെത്തേഡ് എന്ന് പറയുന്നത്. Then next ഒരു പ്രോബ്ലം ആണ്. The bearing of a line AB is 152 degree 20 minutes and the angle ABC is 124 degree 38 minutes. What is the bearing of BC? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ABയുടെ bearing ആണ് 152 degree 20 minutes തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BCയുടെ bearing ആണ്. അതുപോലെ തന്നെ included angle is given. ABC given ആണ് നമുക്ക് 124 degree 38 minutes ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നടുക്ക് വരുന്ന ലെറ്റർ ഏതാണ്? ബി ആണല്ലേ. അപ്പം നടുക്ക് വരുന്ന ലെറ്റർ ബി ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് രണ്ട് ബെയറിങ്ങും ബി വെച്ച് തുടങ്ങണം. പക്ഷെ നമുക്ക് ഇവിടെ എ ബി ആണ് തന്നിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം? യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ബാക്ക് ബെയറിംഗ്, ബി എ ആക്കണം. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യുക? 180ക്കാളും കുറവായതുകൊണ്ട് ജസ്റ്റ് ആഡ് ദാറ്റ് 180 പ്ലസ് 152 degree 20 minutes ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? ബി എ കിട്ടി. ആ കിട്ടുന്ന ബി എ വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കുക? നമ്മുടെ ഈ ആംഗിൾ 124 degree 38 minutes കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന 360ൽ കൂടുതലാണെങ്കിൽ 360 കുറച്ചിരിക്കും. എനിക്കത് 400 സംതിങ് എന്തോ വരും. അപ്പോൾ 360 കുറച്ച് ആൻസർ എത്ര വരുന്നെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കാര്യം നമ്മൾ ഒരുപാട് റിവിഷൻ സീരീസിൽ ഇൻക്ലൂഡഡ് ആംഗിളിൻ്റെ പ്രോബ്ലംസ് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം അറിയാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ആൻസർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. Okay, then a season in which the crops are sown by the beginning of southwest monsoon and they are harvested in autumn is called as. ഏതൊരു സീസൺ ആണ് അവിടെ നമ്മൾ ക്രോപ്പിനെ സോ ചെയ്യുന്ന എപ്പോഴാണ്? സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ബിഗിനിങ്ങിലും അതുപോലെ തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഓട്ടത്തിലും ആണെങ്കിൽ ആ സീസണിനെ എന്ത് വിളിക്കും? നമ്മൾ കാരിഫ് സീസൺ, റാബി സീസൺ, പാലിയോ, ഹൈഡ്രോളജി. പാലിയോയും വരത്തില്ല, ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് പാലിയോ എന്ന് പറയുന്നത്. ഹൈഡ്രോളജി വരത്തില്ല. ഒന്നുകിൽ കാരിഫ് അല്ലെങ്കിൽ റാബി ആയിരിക്കും. അപ്പം ആൻസർ നമുക്ക് വരിക കാരിഫ് സീസൺ ആണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റെയിനി സീസണിൽ സോ ചെയ്യുന്ന, നമ്മളിവിടെ ക്വസ്റ്റിനകത്ത് എടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ആർ സോൺ ബൈ ദ ബിഗിനിങ് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ്. അപ്പം മഴക്കാലത്തിന്റെ തുടക്കമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് സോ ചെയ്യുന്നത്, വിതയ്ക്കുന്നത്. അപ്പം അത് തന്നെയാണ് നമ്മുടെ കാരിഫ് സീസണിൽ പറയാം. ക്രോപ്സ് വിച്ച് ആർ സോൺ ഇൻ ദ റെയിനി സീസൺ ആർ കോൾഡ് ആസ് കാരിഫ് സീസൺ, കാരിഫ് ക്രോപ്പ്. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. കാരിഫിന്റെ കെ എന്ന് പറയുന്നത് കേരളമായിട്ട് ഓർത്ത് വെക്കും. അപ്പോൾ കേരളത്തിൽ മൺസൂൺ നന്നായി കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ കാരിഫ് ക്രോപ്സ് ആണ് നമുക്ക് മൺസൂണിന്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ റെയിനി സീസണിൽ സോ ചെയ്യുന്ന ക്രോപ്സ്. ഓക്കെ, ആൻഡ് കാരിഫ് ക്രോപ്സ് ദാറ്റ് ആർ സോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് റെയിനി സീസൺ. ഞാൻ പറഞ്ഞല്ലോ, ബിഗിനിങ് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. ബിഗിനിങ് ഓഫ് റെയിനി സീസണിൽ സോ ചെയ്യുന്ന ക്രോപ്സ് ആണ് കാരിഫ് ക്രോപ്സ്. അതായത് ഏപ്രിൽ മെയ് ആ സമയത്താണ്. നമുക്ക് ജൂണിലാണല്ലോ മഴ തുടങ്ങുന്നത്. ഏപ്രിൽ മെയ് സമയത്ത് സോ ചെയ്യും. ഓക്കെ, ഇനി കാരിഫ് ക്രോപ്സ് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന മാസം സെപ്റ്റംബർ ഒക്ടോബറിൽ. അതാണ് ഓട്ടം സീസൺ നമുക്ക് വെസ്റ്റിന് പറയാം. സെപ്റ്റംബറിലും ഒക്ടോബറിലും അത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. ആൻഡ് നമുക്ക് അവിടെ നമ്മുടെ കാരിഫ് ക്രോപ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് പാഡി, മെയ്സ്, ജോവർ, ബജ്ര, മൂങ്, ഉരഡ്, കോട്ടൺ, ജൂട്ട്, ഗ്രൗണ്ട്നട്ട്, സോയാബീൻ ഒക്കെ വരും. അത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. ഇനി കാരിഫ് ക്രോപ്സിന് ഭയങ്കര ഹൈ ടെമ്പറേച്ചറും ഹൈ ഹ്യൂമിഡിറ്റിയും വരണം. ഹ്യൂമിഡിറ്റി നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതയാണ്. വീണ്ടും കാരിഫ് ഓർത്ത് വെക്കാൻ വേണ്ടി അടുത്തൊരു ടിപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് മെയിൻലി 3 സീസൺസ് ആണുള്ളത്. റാബി ഉണ്ട്, അതുപോലെ തന്നെ കാരിഫ് ഉണ്ട്, ആൻഡ് ദെൻ സെയ്ദ് ക്രോപ്സ്, സെയ്ദ് സീസൺ. അങ്ങനെ 3 സീസൺസ് ആണുള്ളത്. അതിൽ കാരിഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റാബി സീസണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിന്റർ സീസൺ, അതായത് ഒക്ടോബർ ടു ഡിസംബർ കാലയളവിലാണ് റാബി ക്രോപ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോ ചെയ്യുന്നത്. ആൻഡ് ഹാർവസ്റ്റിംഗ് ഇൻ ദ സമ്മർ സീസൺ, ഏപ്രിൽ ടു ജൂൺ സമ്മർ സീസണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാർവസ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് ഓർത്ത് വെക്കുക. എക്സാമ്പിൾ വീറ്റ്, ബാർലി, പീസ്, ഗ്രാമ്, മസ്റ്റാർഡ് ഒക്കെ നമുക്ക് റാബി ക്രോപ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. റാബി ക്രോപ്സിന്റെയും കാരിഫ് ക്രോപ്സിന്റെയും എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ചോദ്യം ചോദിക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ റാബി ക്രോപ്പ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കാരിഫ് ക്രോപ്പ് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇനി സെയിൽ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാബിയുടെയും കാരിഫിന്റെയും ഇടയിൽ വരുന്ന ഷോർട്ട് ടേമിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഹാർവസ്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു സീസണിനെയാണ് സെയ്ദ് സീസൺ എന്ന് പറയും. അപ്പം അവിടെ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടെ നമ്മൾ ഹാർവസ്റ്റ് ചെയ്തെടുക്കുന്ന ഏതൊക്കെ
വിളകളാണ് ചോദിച്ചു കഴിഞ്ഞാൽ കുക്കുംബറും അതുപോലെ വാട്ടർമെലനാണ്. അത് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സീസണും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ റിവിഷൻ സീരീസ് ഇനി ലൈവായിട്ട് നമ്മുടെ മാരത്തോൺ സെഷനായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എന്തായാലും പഠിക്കുക. സെക്കൻഡ് ഗ്രേഡ് ഒരു മികച്ച അവസരമാണ്. മാത്രമല്ല നിങ്ങൾക്ക് സെഷൻസ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.